നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു വെജിറ്റബിൾ പുലാവ് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഇത് പ്രഷർ കുക്കറിലും തയ്യാറാക്കാം, അതും ഞാൻ പറയാം എങ്ങനെയാണെന്ന്. നമുക്കിതിന് പുതിനയില ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് പുതിനയില ഇതിന് വേണ്ടിയിട്ട് ഫ്രഷായിട്ട് ഒന്ന് പ്ലക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഫ്രഷ് പുതിനയില ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പുലാവിന് കിട്ടുന്നത്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഒരു 3 കപ്പ് ബാസ്മതി റൈസ് ഒരു 1 hour വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണം. നമ്മൾ തേങ്ങാപ്പാലും വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് 1 കപ്പ് ഗ്രീൻ പീസ് വേണം, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്. നിങ്ങൾക്ക് ചെറിയ പുളിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ടൊന്ന് അവോയ്ഡ് ചെയ്യാം, നിങ്ങൾ തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മീഡിയം സൈസ് സവാള അതും അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് സ്പൈസസ് വേണം, ഹോൾ സ്പൈസസ്, ബേ ലീഫ് വേണം, ഒരു 4-5 പീസ് ഏലക്കായ, കുറച്ച് കുരുമുളക്, ഒരു 5 പീസ് ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ജീരകം, സ്റ്റാർ അനീസ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ ഇന്നർ പോട്ട് വയ്ക്കാം. പ്രഷർ കുക്കറിൽ ഇത് ചെയ്യാം കേട്ടോ. പ്രഷർ കുക്കറാണെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കർ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ക്രിസ് പ്ലസ് എയർ ഫ്രയർ ഇൻസ്റ്റൻറ്റ് പോട്ടാണ്. അതുകൊണ്ട് സോട്ടേ മോഡ് ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടൺ ഓൺ ചെയ്യുക. നോർമൽ ഇൻസ്റ്റൻറ്റ് പോട്ടാണെങ്കിൽ സോട്ടേ മോഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ നിന്ന് ഒരു ബീപ്പ് സൗണ്ട് വരും, അതിനർത്ഥം ഇത് ചൂടായിട്ടുണ്ട് ഇന്നർ പോട്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2-3 ടീസ്പൂൺ എണ്ണയും, വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രഷർ കുക്കറിലാണെങ്കിൽ നിങ്ങൾ കുക്കർ വെച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ എണ്ണയും നെയ്യും ഇതേ അളവിൽ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ബേ ലീഫും അതേപോലെ ഹോൾ സ്പൈസസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് എല്ലാം ഈ നെയ്യിലും എണ്ണയിലും ചേർന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. നമ്മുടെ ഈ ജീരകത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോഴേ മനസ്സിലാവും ഈ സ്പൈസസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മൂത്ത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതേപോലെ ഇതൊന്ന് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല, ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതിയാവും. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ അത് വേഗം ഒന്ന് വഴന്ന് കിട്ടും. ഈ പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റ് ആവും. നമുക്ക് ഉപ്പ് ചേർത്തതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇത്രയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും. നിങ്ങൾ കുറച്ചുകൂടെ ഫ്രൈ ആവുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണിയൻ കുറച്ചുകൂടെ ഫ്രൈ ആക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ബീൻസ് നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പീസും ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ പീസ് എടുക്കുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാരറ്റും ബീൻസും മാത്രം ഇട്ടാൽ മതിയാവും. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതെന്തായാലും വെന്ത് വരും, പക്ഷേ ഇതൊരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്ന് പോകാൻ, ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. നമുക്ക് ഈ തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന പുതിനയിലയിൽ നിന്ന് കുറച്ച് പുതിനയില ഒരു പകുതി എടുത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടോ
കൊടുത്തിട്ട് നമുക്കിതൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് പുതിനയില ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പുതിനയുടെ ഫ്ലേവർ നല്ലതുപോലെ ഈ വെജിറ്റബിൾസിൽ ഇറങ്ങും. ഇത് പുതിനയുടെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ്, ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാസ്മതി റൈസ് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഓയിലും ഗീയും നമുക്കിപ്പോഴും കുറച്ച് താഴെയുണ്ട്. അപ്പം അതിൽ നമ്മൾ ഈ ബാസ്മതി റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുലാവായി കഴിയുമ്പോഴത്തേക്ക് ഈ ചോറ് ഒന്നിലൊട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതാണ് ഈ പുലാവിൻ്റെ പ്രത്യേകത. സെപ്പറേറ്റ് ആയിട്ട് റൈസ് എല്ലാം കിടക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ലൈറ്റായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്യണം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിന് 1:1.5 ആണ് റേഷ്യോ. 1 കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പം 3 കപ്പിന് ഞാനിവിടെ 4.5 കപ്പ് ആണ് ആഡ് ചെയ്യുന്നത്. 4 കപ്പ് വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലുമാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പുതിന കൂടി ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പം ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരു ഇച്ചിരി കൂടുതൽ വെള്ളത്തിൽ നിൽക്കണം. അപ്പോഴേ ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് വരികയുള്ളൂ. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നമ്മുടെ റൈസ് ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സോട്ടേ മോഡ് ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് പോട്ട് മൂടി വയ്ക്കാം. ഇനി ഇതിൻ്റെ വെൻറ്റ് സീലിംഗ് പൊസിഷനിൽ ആയിരിക്കണം. നമുക്ക് പ്രഷർ കുക്ക് മോഡ് ഓൺ ചെയ്തിട്ട് 3 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്യാം. നോർമൽ ഇൻസ്റ്റൻറ്റ് പോട്ടാണെങ്കിൽ മാനുവലിൽ 3 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ബീപ്പ് സൗണ്ട് വരുമ്പോൾ തന്നെ ഇത് 3 മിനിറ്റിന് ശേഷം ഉടനെ തന്നെ ആ ബീപ്പ് സൗണ്ടിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ പ്രഷർ നമുക്കൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഇത് നാച്ചുറലി റിലീസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വെന്ത് പോകും. കാര്യം നമ്മൾ ഓൾറെഡി 1 hour ഈ ബാസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഈ പ്രഷർ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ട് ഇതിൻ്റെ മൂടിയൊന്ന് ഓപ്പൺ ചെയ്യാം. റൈസ് ആയിട്ടുണ്ടാവും നോക്കാം. ഒരു നല്ല റിച്ച് സ്മെല്ലാണ് വീട് മുഴുവൻ വരുന്നത്. ആ പുലാവിൻ്റെ ഒരു റിച്ച് ഫ്ലേവറും സ്മെല്ലും വീട് ഫുള്ളായിട്ടുണ്ട്. ഇപ്പം നോക്ക്, അത് അരി ഒന്ന് വറുത്തത് കൊണ്ട് ഈ ചോറ് ഒന്നിൽ തൊടാതെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഒഴിച്ചത് കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ റൈസും വെജിറ്റബിൾസും ഒക്കെ. നിങ്ങൾ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ വെച്ചിട്ട് പ്രഷർ ഒന്ന് റിലീസ് ചെയ്ത് കളയണം. പ്രഷർ റിലീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് വെച്ചതിന് ശേഷം നാച്ചുറലി റിലീസ് ചെയ്യാൻ വിട്ടാൽ മതിയാവും. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ പുലാവ് തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഗസ്റ്റൊക്കെ വന്നാൽ വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. സാലഡിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ ഒരുപാട് ഇഷ്ടമാണിത്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.